കഴക്കൂട്ടത്ത് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ 379 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 379 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടം BJP പ്രതീക്ഷിച്ച ഒരു സ്ഥലമായിരുന്നു. പക്ഷേ എന്നിട്ടും BJP 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. BJP NDA സഖ്യം അതെല്ലാം BJP തന്നെയാണ്. NDA കക്ഷികളൊന്നുമില്ല. NDAയുടെ മറ്റ് കക്ഷികളോ അല്ലെങ്കിൽ മറ്റ് സീരിയൽ നടന്മാരൊന്നും എവിടെ ലീഡ് ചെയ്യുന്നില്ല എന്നാണ് കാണേണ്ട കാര്യം. എന്തായാലും 86-50-4 എന്നാണ് ഇപ്പോഴത്തെ നില. വളരെ വ്യക്തമായ, വളരെ കോൺക്രീറ്റായ, സുഘടിതമായ ലീഡ് UDF-നുണ്ട് എന്ന് കാണാൻ കഴിയും. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ 112 വോട്ടിന് ലീഡ് തുടരുകയാണ്. മഞ്ചേശ്വരത്ത് നമുക്കറിയേണ്ടത് പാലക്കാടാണല്ലോ ഏറ്റവും ആന്റി ക്ലൈമാക്സ് ഒക്കെ ഉണ്ടാവുന്ന സ്ഥലം. ഷൊർണൂരിൽ UDF ലീഡ് ചെയ്യുന്നു എന്നതുകൂടി ഇപ്പോൾ പുതിയ വിവരമായി നമ്മുടെ മുമ്പിൽ വരിക. ഷൊർണൂരിൽ UDF ലീഡ് ചെയ്യുന്നു എന്നാണ്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ മികച്ച ലീഡാണ്. അപ്പോൾ നമുക്കൊന്ന് സാജിദ് അജ്മലിലേക്ക് പോകണം. ഈ എണ്ണിക്കൊണ്ടിരിക്കുന്ന മേഖല ഏതാണ്? അത് UDF മേഖലയാണോ? ഷൊർണൂരിൽ എന്തായാലും UDF-ന് 1500 വോട്ടിൽ ലീഡ് തുടക്കത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല. കേരളത്തിൽ UDF തരംഗം ഉണ്ടെന്ന് പറയോ അജിൻ സൈപ്പോ? ഇപ്പോ തരംഗത്തിന്റെ സൂചനയാണ്. ഇതിൽ കൂടുതൽ എന്താണ് തരംഗം? 50 സീറ്റിന് താഴേക്ക് LDF പോയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 1/4 നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി LDF 50 സീറ്റിന് ബാക്കിലേക്ക് പോവുകയാണ്. അത് 2001 സംഭവിച്ചിട്ടുള്ളത്. ആ 2001 ആവർത്തിക്കുകയാണോ ഇനി? കോഴിക്കോട് എലത്തൂരിൽ UDF 298 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. എലത്തൂരിൽ വീണ്ടും ലീഡ് നല്ല മാറിയുകയാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് എം ലിജു 493 വോട്ടിന് ലീഡാണ്. ഞാൻ കോഴിക്കോട്ടേക്ക് പോട്ടെ. അസ്ലമേ, തിരുവമ്പാടി, എലത്തൂർ, ഈ 2 മണ്ഡലങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? 38,500-ലധികം വോട്ടുകൾക്ക് AK ശശീന്ദ്രൻ LDF ജയിച്ച എലത്തൂരിൽ വിദ്യാബാലകൃഷ്ണൻ എന്ന് പറയുന്ന വനിത UDF-ന്റെ വനിതാ സ്ഥാനാർത്ഥി 298 വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുന്നു. ഇത് കോഴിക്കോട്ടെ ട്രെൻഡിന്റെ സൂചനയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവമ്പാടിയിൽ UDF-ന് 2400 വോട്ട് 2 റൗണ്ട് പൂർത്തീകരിച്ചു. അപ്പോൾ ഈ 2400 വോട്ടിന്റെ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥി CK കാസിം ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ കുന്നമംഗലത്തും 2075 വോട്ടിന്റെ ഭൂരിപക്ഷം. എന്ന് പറഞ്ഞാൽ LDF-ന്റെ കയ്യിലിരുന്ന പുസ്തക മണ്ഡലങ്ങൾ പോലും UDF-ന് വരുന്ന രീതിയിലേക്ക് കോഴിക്കോട് ട്രെൻഡ് മാറുന്നതായാലും കോഴിക്കോട് UDF അനുകൂല തരംഗത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്നത്. കൊടുവള്ളി അവിടെ സീറ്റാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം UDF-ന് 792 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. കൊടുവള്ളിയിൽ കുറച്ച് ടൈറ്റ് ആവുന്നു. PK ഫിറോസ് സലീം അടവൂർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹം അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു പ്രകടനം കൊടുവള്ളിയിൽ കാണിക്കുകയാണ്. കൊടുവള്ളിയിൽ 792-ന്റെ ലീഡ് മാത്രമാണ്. ഒരു ഘട്ടത്തിലും LDF-ന് മുന്നോട്ട് വരാൻ കഴിയാത്തൊരു മണ്ഡലമെന്ന നിലയിൽ കരുതിയിരുന്ന കൊടുവള്ളിയിൽ പക്ഷേ അപ്രതീക്ഷിതമായ മത്സരം വരുന്നു. അതേസമയം തിരുവമ്പാടി, എലത്തൂരിലെ കണക്കുവേണ്ടി പറയുകയാണെങ്കിൽ വിദ്യാബാലകൃഷ്ണൻ 5121 വോട്ടുകളാണ് നേടിയത്. AK ശശീന്ദ്രൻ 4829 വോട്ട്, അതായത് 298 വോട്ടിന്റെ AK ശശീന്ദ്രന്റെ വിദ്യാബാലകൃഷ്ണൻ പിന്നിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോടിന്റെ UDF ട്രെൻഡിന്റെ സൂചനകൾ തന്നെയാണ്. 40 സീറ്റിന്റെ വ്യത്യാസമാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. 88-48 എന്നുള്ളതാണ്. LDF ഒരു 1/4 നൂറ്റാണ്ടിന്റെ ഏറ്റവും മോശം നിലയിലുള്ള ഒരു സീറ്റ് നിലയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് UDF-നെ സഹായിക്കുന്നത് എന്താണെന്നാണ് അറിയേണ്ടത്. ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായ ലീഡ് നില ഉയർത്തുന്നതെന്ന് നോക്കേണ്ടതുണ്ട്.